അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ പ്രത്യേകം ജാഗ്രത പുലർത്തിയിരുന്നു. അവിടുന്ന് അവസാനത്തെ 10 പ്രവേശിച്ചാൽ രാത്രിയിൽ ഉറക്കമൊഴിക്കുകയും കുടുംബത്തെ ഉണർത്തുകയും മുണ്ടുമുറുക്കി ആരാധനക്ക് തയ്യാറാവുകയും ചെയ്തിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. റമദാനിലെ അവസാനത്തെ 10 ഒറ്റയായ ഒരു രാത്രിയിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതീർണം ഉണ്ടായത്. ആ രാത്രിക്കാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രിയാണത്. അഥവാ 83 വർഷവും 4 മാസവും പുണ്യകർമ്മ നിരതനായി കഴിഞ്ഞുകൂടുന്ന ഒരാളുടെ പ്രതിഫലം ആ രാത്രി പുണ്യം ചെയ്യുന്ന അഥവാ ലൈലത്തുൽ ഖദറിൽ പുണ്യം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുമെന്നർത്ഥം. എത്ര വലിയ പ്രതിഫലമാണത്! അതിനെ വരവേൽക്കാനും പുണ്യങ്ങൾ ചെയ്യാനും ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. നമസ്കാരവും ഖുർആൻ പാരായണവും നബിചര്യയിൽ സ്ഥിരപ്പെട്ട ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തും ദാന ധർമ്മങ്ങളും എല്ലാം വർദ്ധിപ്പിച്ച് വരും ദിവസങ്ങളെ പ്രതിഫലാഹമാക്കി തീർക്കണം. യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും സമയം ചെലവഴിക്കാതെ ഖുർആൻ പാരായണവുമായി അനാവശ്യ കാര്യങ്ങളിൽ മുഴുകാതെ ഖുർആൻ പഠന പാരായണവുമായി കഴിഞ്ഞുകൂടുക. ലൈലത്തുൽ ഖദറിന്റെ രാത്രി നിന്ന് നമസ്കരിക്കുന്നവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിൽ ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, ഇഹ്തിസാബോടുകൂടെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങളിൽ നിന്ന് മുൻ കഴിഞ്ഞത് പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദർ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദറിൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ നിശ്ചയമായും നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരണമേ എന്ന്. റമദാനിലെ വിലപ്പെട്ട അവസരങ്ങൾ പാഴാക്കി കളയാതെ എല്ലാ സമയവും പ്രതിഫലാർഹമാക്കി തീർക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.